മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കണം. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്ന പദ്ധതി വിദ്യാവാഹിനി എന്നാണ് പേര്. ആ പദ്ധതി ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പഠനമാണ് പ്രതിസന്ധിയിലായത്. പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന വാഹന ഉടമകൾക്ക് പണം നൽകാത്തതാണ് വിദ്യാവാഹിനിയെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. 4 മാസത്തിലധികം കുടിശ്ശികയായതോടെ പല വാഹനങ്ങളും സർവീസ് നിർത്തി. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായും നിലച്ചേക്കും. സംസ്ഥാനത്തെ 184 പഞ്ചായത്തുകളിലെ 25,000-ഓളം വിദ്യാർത്ഥികളാണ് വിദ്യാവാഹിനി പദ്ധതിയെ ആശ്രയിച്ച് പഠനം നടത്തുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം. ആദ്യം, പഠിച്ചാലല്ലേ ഇത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ അമ്മയച്ചന്മാർ ചെന്ന് മേടിച്ചോട്ട് വരാൻ പറ്റുമോ? എൻ്റെ മോൻ ക്ലാസ്സിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ. അപ്പം ഞങ്ങൾക്ക് രാവിലെ 8 മണിക്ക് പിള്ളേർ വണ്ടിയെ പോകും. വൈകുന്നേരം 4 മണിക്ക് കൊണ്ടുവന്ന് വിടും. ഇത് വണ്ടിക്കാരൻ ചുമ്മാ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് വിടുകയില്ല. പൈസ കിട്ടാണ്ട് ഇവൻ ഇനി വണ്ടി ഓടിക്കത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ എങ്ങനെ പഠിക്കും? കിട്ടാത്ത സാധനത്തിൽ ഞങ്ങൾ ഡീസൽ തന്നെ അടിക്കാൻ പറ്റുന്നതൊക്കെ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. 7 മാസം 3 മാസം പൈസ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്നത് ഇപ്പോൾ 4 മാസമാണ്. 4 മാസം പൈസ ഞങ്ങൾക്ക് ഒന്നിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ. സ്കൂൾ ട്രിപ്പുള്ളതുകൊണ്ട് വേറെ ഓട്ടം കിട്ടിയാലും നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പലരും വണ്ടിയുടെ സി സി ഒക്കെ ഉള്ള വണ്ടികളാണ്. ഇതൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് പിള്ളേരെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ TDO ഓഫീസിൽ ഞാൻ ഈ കഴിഞ്ഞ മാസം പോയി പറഞ്ഞായിരുന്നു, 10ാം തീയതി ഇത് ടെസ്റ്റാണ്, പൈസ ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പൈസ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു പ്രവർത്തകൻ പറഞ്ഞത് എന്നാൽ സ്കൂൾ ട്രിപ്പ് നിർത്തിക്കുമെന്നാണ് പറഞ്ഞത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം എത്തുന്നു. സന്ദീപ് രാജാക്കാട്, വിദ്യാവാഹിനി പദ്ധതി അത് കൃത്യമായി വിനിയോഗിക്കുന്നതിനാവശ്യമായ ഫണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ കുടിശ്ശിക വരുന്നത്? സുജയ പാർവതി, വിദ്യാവാഹിനി പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് 2 പ്രതിസന്ധികളാണ്. ഒന്ന്, വാഹന ഉടമകളും ഡ്രൈവർമാരും പട്ടിണിയുടെ നടുവിലായിരിക്കുകയാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികളുടെ പഠനം പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. മാങ്കുളം, അടിമാലി അടക്കമുള്ള മേഖലകളിൽ നിരവധി വാഹനങ്ങൾ ഇതിനോടകം തന്നെ ട്രിപ്പ് മുടക്കിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവർക്കൊന്നും ഈ സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം കൂടി എത്തിയിരിക്കുകയാണ്. വിദൂര മേഖലയിലുള്ള ആദിവാസി നഗരങ്ങളിൽ നിന്ന് അവർക്ക് കാൽനടയായി വന്നെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം വന്യജീവികളുടെ ആക്രമണമുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വിദ്യാവാഹിനി പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ആ പണം പൂർണ്ണമായും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി ഈ പണത്തിന് പൂർണ്ണമായും കുടിശ്ശികയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം വരെ വാടക ലഭിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് 184 പഞ്ചായത്തുകളിലായി 600ഓളം സ്കൂളുകളിലേക്ക് 25,000-ഓളം വിദ്യാർത്ഥികളെയാണ് ഈ ഡ്രൈവർമാർ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. 1405 വാഹനങ്ങളാണ് ഇതിനു വേണ്ടി ഈ സർവീസ് നടത്തുന്നത്. അതിലും ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ 2023-24 ഈ പദ്ധതി വിദ്യാവാഹിനി എന്ന പേരിലേക്ക് മാറ്റി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള ഡ്രൈവർമാരെയും വാഹന ഉടമകളെയും കൂടി പരിഗണിക്കുന്ന ഒരു മുൻതൂക്കം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരു തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുക എന്നുള്ളത് കൂടി വെച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. അങ്ങനെ CC ഇട്ടും മറ്റുമായി വാഹനമെടുത്തിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾ ഇപ്പോൾ വാഹനത്തിൻ്റെ വാടകയടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം എത്തിയിരിക്കുന്നു. ടെസ്റ്റ് ഫീസ് ഇല്ലാത്തത് കാരണം ടെസ്റ്റ് ചെയ്ത് വാഹനങ്ങൾ ഇറക്കാൻ കഴിയാത്ത സാഹചര്യം. പല വാഹനങ്ങളും കുടികളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ വരുമാനവും നിലച്ചു. മറ്റു ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത സാഹചര്യം കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ പഠനം ഇതിനോടകം തന്നെ മുടങ്ങിയിരിക്കുന്നത്. മാങ്കുളം സ്കൂളിലേക്ക് എത്തുന്ന ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികളുടെ പഠനം ഇതിനോടകം തന്നെ മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വളരെ വിദൂരമായ മേഖലയിലാണ്. കാട്ടാന അടക്കമുള്ള വന്യജീവികളുള്ള പ്രദേശത്തു നിന്നും കാൽനടയായി ഈ സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാവാഹിനി പദ്ധതി താളം തെറ്റുമ്പോൾ അതിന്മേൽ അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ സന്ദീപ്? ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? 4 മാസം എന്നൊക്കെ പറയുമ്പോൾ അധികൃതർക്ക് കാണാനും മനസ്സിലാക്കാനും ഇടപെടാനും ഒക്കെയുള്ള സമയമായല്ലോ. സുജയ പാർവതി, ഈ കാര്യം പറഞ്ഞ നിരന്തരം ഓരോ ദിവസവും സ്കൂൾ ട്രിപ്പ് എടുത്തതിന് ശേഷം കുട്ടികളെ വിട്ടതിന് ശേഷം 10 മണിയോ 11 മണിയോ ആകുമ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലേക്ക് ഡ്രൈവർമാർ കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് പണം വന്നിട്ടില്ല, അടുത്ത മാസം തരാം എന്നൊക്കെയാണ് പറയുക. പലപ്പോഴും ഇത് കൃത്യമായി കിട്ടാറില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. 3-4 മാസമായി ആ വാഹനങ്ങൾ ഓടിയാൽ മാത്രമേ ഏറ്റവും വലിയ പരീക്ഷ വരാറായി. സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പോകേണ്ട ദിവസങ്ങളാണ്, അവരുടെ പ്രധാനപ്പെട്ട പഠന ദിവസങ്ങളാണ് അലംഭാവം മൂലം നഷ്ടമാകുന്നത്. 2 മാസം കഴിഞ്ഞാൽ അവർക്ക് വലിയ പരീക്ഷയാണ്. അത് വലിയ അധികൃതർ ഒന്ന് കാണണം, പരിഹരിക്കണം.